ചേട്ടാ പറയൂ. ഈ 12 കൊല്ലം എന്നോട് പലരും ചോദിക്കാറില്ലേ, 12 കൊല്ലത്തെ വലിയ കാത്തിരിപ്പല്ലേ, എങ്ങനെ സാധിച്ചു? എനിക്കതിനെ ഒന്നേ പറയാനുള്ളൂ. ഈ ആദ്യം കഥ പറയുമ്പോൾ രഞ്ജിത്തേട്ടനോട് ഞാൻ കഥ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ലാലേട്ടനൊക്കെ എനിക്ക് കയ്യെത്തി പിടിക്കാവുന്നതിനേക്കാളും മേലെയാണ്. അപ്പോൾ ഞാൻ കഥ അല്ലെങ്കിൽ ആദ്യം എഴുതി എൻ്റെ സ്ക്രിപ്റ്റും ഷെയർ ചെയ്യുമ്പോൾ രഞ്ജിത്തേട്ടൻ പറഞ്ഞു, ലാലേട്ടൻ വലിയ സ്വപ്നമാണ് സാറിൻ്റെ കൂടെ, ലാൽ സാറിൻ്റെ കൂടെ ഒരു പടം വർക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് തുടങ്ങിയത്. 13 വർഷക്കാലം ഞാൻ കാത്തിരുന്നത് ഇതുപോലത്തെ ഒരു നിമിഷമായിരുന്നു. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുന്നത് സാർ ഓരോ സെക്കൻഡിലും മിന്നിമായിരുന്ന ഗംഭീര പെർഫോമൻസുകളാണ് സിനിമയിലുള്ളത്. അതൊന്നും എൻ്റെ അശ്രദ്ധ മൂലം പോകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ നിമിഷവും തുടരും സിനിമയിൽ ഓരോ സീനും എഡിറ്റ് ചെയ്തത്. അതിനെന്നെ കൂടെ നിർത്തിയ തരുൺചേട്ടൻ, രഞ്ജിത്ത് സാർ അതിലൂടെ വന്നുപോയി. അപ്പോഴൊക്കെ പലപ്പോഴും നിരാശപ്പെട്ട് ഇത് നടക്കത്തില്ലേ അങ്ങനെയൊക്കെ ആലോചിച്ച ഒരു ഘട്ടമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇപ്പം ആലോചിക്കുന്ന കാര്യം, ഇത്രയും വർഷം നടന്ന് ഇങ്ങനെയൊരു സിനിമ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും ഒരു ഭാഗ്യമില്ലാത്ത ഒരു നിർമ്മാതാവായി ഞാൻ മാറിയത്. എൻ്റെ കഠിനാധ്വാനം കൊണ്ടോ എൻ്റെ പ്രാർത്ഥന കൊണ്ടോ എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടോ ഒരു ചെറുപ്പക്കാരൻ വന്നു. അദ്ദേഹം പിന്നെ ഞാൻ എല്ലാവർക്കും അറിയാം, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഹീസ് എ ലെജൻഡ്, which he is, of course, a national treasure, an international treasure. Also, for me, above all of that, Njan Lal Sarna, because I've seen him for 40 years. One thing Njan share cheyanam, as a human being,